പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുമസ് കഴിഞ്ഞു, പുതുവർഷം പിറന്നു. ഇവ രണ്ടും മനുഷ്യകുലത്തെ ഓർമ്മിപ്പിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യം. കാലചക്രം യേശുക്രിസ്തുവിനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുവെന്ന്. സകല ജനതകളുടെയും ആശയും പ്രതീക്ഷയും യേശുക്രിസ്തുവിൽ പൂവണിയുന്നുവെന്ന്. ക്രിസ്തുനാഥൻ ചരിത്രത്തിൻ്റെയും സമയത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവാണെന്ന്. ഹെബ്രായരുടെ ലേഖനം 13-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണെന്ന് നമ്മോട് പറയുന്നു. പുതുവർഷത്തിൽ പ്രവാചകരിലൂടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. മിക്ക പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ മനുഷ്യ, നല്ലതെന്താണെന്ന് കർത്താവ് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി വ്യാപരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ഒബാദ്യ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നു. ഒബാദ്യ 1-ാം അധ്യായത്തിൽ നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും പ്രവർത്തിക്കും, നിന്റെ പ്രവർത്തികൾ നിന്റെ തന്നെ തലയിൽ നിപതിക്കും. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ കർത്താവിനെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. എന്നാൽ ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നാം കാണുന്നു, തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല. മറക്കാതിരിക്കാം, സഭാപ്രസംഗകനിലൂടെ കർത്താവ് സംസാരിക്കുന്നു. 1-ാം അധ്യായത്തിൽ ജ്ഞാനവും പ്രശസ്തിയും കെടുത്താൻ അല്പം മൗഢ്യം മതി. സഭാപ്രസംഗങ്ങളിലൂടെ കർത്താവ് തുടരുന്നു. 9-ാം അധ്യായത്തിൽ ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യുക. കാരണം സഭാപ്രസംഗകൻ 10 പറയുന്നു, തൻ്റെ സമയം മനുഷ്യന് അജ്ഞാതമാണ്. അതിനാൽ സഭാപ്രസംഗകൻ 12-ാം അധ്യായത്തിൽ നാം വായിക്കും, ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ. ഇത് പാലിച്ച് ജീവിച്ചാൽ ഏശയ്യ 62-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായൊരു കിരീടമായിരിക്കും, നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. ദൈവമക്കളെ, ഈ പുതുവർഷത്തിൽ കർത്താവിൻ്റെ കയ്യിലെ കിരീടവും രാജകീയ മകുടവുമായി രൂപാന്തരപ്പെട്ട് നാം നമുക്കും എല്ലാ ജനതകൾക്കും അനുഗ്രഹമായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.